UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തല. UDFനെ പരാജയപ്പെടുത്തുവാൻ LDFും BJPയും തമ്മിൽ അന്തർധാരണയുണ്ട്. NDAയുടെ വോട്ട് CPMലേക്ക് പോയപ്പോഴാണ് തുടർഭരണം ലഭിച്ചത്. 2021 മോദിയും പിണറായിയും തമ്മിലുള്ള ധാരണയാണ് ഇപ്പോഴും തുടരുന്നതെന്നും ചെന്നിത്തല. കേരള പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ 700 കോടിയുടെ അഴിമതി സംബന്ധിച്ച് ഉന്നയിച്ച ആരോപണം ശരിവെച്ചു. ഹൈക്കോടതി നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുവെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേർന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. UDFിൽ 100 സീറ്റ് കിട്ടുമെന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി പ്രചരണത്തിന് പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം UDFിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ജനങ്ങൾ ഈ സർക്കാരിനോട് അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. 10 വർഷം ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് LDF നേരിടുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് പരാജിതന്റെ ഒരു കപട ആത്മവിശ്വാസമാണ്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ലോ. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര ഒഴിച്ച് എല്ലായിടത്തും UDF ജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20ൽ 18 സീറ്റ് UDF നേടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ബഹുദൂരം മുന്നോട്ട് പോകാനും വിജയം നേടാനും UDFന് കഴിഞ്ഞു. ഞങ്ങൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പറയുന്നത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ്, ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും UDFന് ജനങ്ങൾ വൻപിച്ച പിന്തുണ നൽകിയുണ്ടായി. ആ പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും.